KSRTC നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മാസം തോറും KTDFCക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പലിശ. തിരുവനന്തപുരത്തും കോഴിക്കോടും തിരുവല്ലയിലും KTDFCയുടെ സഹായത്തോടെ കോർപ്പറേഷൻ നിർമ്മിച്ച കെട്ടിടങ്ങൾക്കായാണ് ഈ തുക നൽകുന്നത്. ഇതൊഴിവാക്കിയാൽ KSRTCയുടെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന വിലയിരുത്തലാണ് ധനമന്ത്രിക്കുള്ളത്. 500 കോടി രൂപയുടെ കെട്ടിടമാണ് കിടക്കുന്നത്. ആരും വാടക എടുക്കുന്നില്ല. KTDFC ആണെങ്കിലോ ഇതിനടക്കം പലിശ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ വിളിച്ചിട്ട് എന്നാൽ നിങ്ങൾ എടുത്തോ, KSRTC വെറുതെ വിട്ടേക്ക്, KSRTCക്ക് ആ സ്ഥലവും കാര്യങ്ങളും വേണം, കെട്ടിടത്തിന് മുകളിൽ ആർക്ക് വാടക എടുക്കുന്ന നിങ്ങൾ എടുത്തോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത്രയും കടം നിങ്ങൾ തിരിച്ചെടുക്കണം എന്ന്, ഇതിനെ വേണ്ടി വന്ന ചിലവ് നിങ്ങൾ തന്നെ വഹിച്ചോണം എന്നൊരു ഒത്തുതീർപ്പുണ്ടാക്കാൻ പറ്റും. സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമല്ലേ ഉണ്ടാക്കാമെന്ന്. കോർപ്പറേഷനെ 1 വർഷത്തിനുള്ളിൽ കടത്തിൽ നിന്ന് കരകയറ്റുമെന്ന് പറഞ്ഞ ധനമന്ത്രി KSRTCയുടെ പ്രതിസന്ധി പഠിച്ച സുശീൽ ഖന്നയുടെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും റിപ്പോർട്ടറോട് വെളിപ്പെടുത്തി. അത് കമ്മീഷന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ഈ അടുത്ത ധനകാര്യ വർഷം മുതൽ നടപ്പാവും. ബജറ്റിന് പുറത്ത് കിഫ്ബി വഴി കോർപ്പറേഷന് സഹായം നൽകാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. കൂടുതൽ CNG ബസ്സുകൾ നിരത്തിലിറക്കുക, ബസ്സുകളെ ഡിജിറ്റൈസ് ചെയ്യുക, വരുമാനത്തിൽ നിന്ന് ശമ്പളം നൽകുക, ആധുനിക വർക്ക്ഷോപ്പുകൾ ഒരുക്കുന്നതിനൊപ്പം കോർപ്പറേഷനെ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുക തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഐസക്കിന്റെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. 2017-18 കേരളത്തിന്റെ ചരിത്രത്തിൽ സ്ഥാനം നേടാൻ പോകുന്നത് KSRTC പുനരുദ്ധരിക്കുന്നതിന് അടിസ്ഥാനം ഇടുന്നു എന്നുള്ളതായിരിക്കും. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.